ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനി ഹരിതയെ അടിക്കുന്ന ആ കിടുക്കൻ എപ്പിസോഡാണ് കേട്ടോ. നന്ദിനി ഹരിതയെ മുടിക്കുത്തിൽ അങ്ങ് പിടിച്ച് വലിച്ചഴിച്ച് ആ വീട്ടിലെ തറയെ തുടപ്പിക്കുന്ന പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടടി, ആരടി വീട്ടിലെ വേലക്കാരി? നീ അടി, സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ വേലക്കാരി ഞാനല്ലടി. നിന്നെ ഈ വീട്ടിൽ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്നവർ പൊക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ അടുത്ത് ഇനി നടക്കില്ലടി, ക്ഷമിക്കുന്നതിലും സഹിക്കുന്നതിലും ഒരു പരിധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചറ പറഞ്ഞ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഹരിതയെ ഇട്ട് അടിക്കുന്നത് കണ്ട് രാജു പോലും വിറച്ചു പോവുകയാണ് കേട്ടോ. കാരണം സൂര്യക്ക് എന്നാ അപകടം പറ്റിയപ്പോൾ നന്ദിനിയുടെ സ്വഭാവം പുറത്ത് വന്നതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നന്ദിനിയുടെ സ്വഭാവം പുറത്ത് വരികയാണ് കേട്ടോ. അങ്ങനെ വിവാഹ നിശ്ചയം അടുക്കുകയാണ്, ഓരോരോ പ്രശ്നങ്ങളായി വീട്ടിൽ വരികയാണ്. ഈ സമയം നന്ദിനി പറയുകയാണ്, ഈ വിവാഹത്തിന് എന്തോ പൊരുത്തക്കേടുണ്ട് സൂര്യ സാർ, എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഹരിത കേൾക്കുകയാണ്. അതിനെ തുടർന്ന് ഹരിത സൂര്യയോട് സംസാരിക്കുന്നത് നന്ദിനിയുടെ ബെഡ്റൂമിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. ആ സമയം ഹരിത അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഹരിതയും വേദയും ഇന്ദ്രജയും ഇവരെല്ലാവരും 3 പേരും ഒരുമിച്ച് വരുന്ന സമയത്താണ് ഈ സംസാരം കേട്ടത്. നന്ദിനി പറയുകയാണ്, സൂര്യ സാർ നിശ്ചയം നടക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണിച്ചു. യതീന്ദ്രൻ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. ഈ ത്തിനോട് എന്തോ പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ താനൂരമ്മ പറയുന്നത് എന്ന് ഹരിത കേൾക്കണം. അപ്പം ഹരിത സൂര്യയുടെ റൂമിലോട്ട് ഇടിച്ച് കയറി വരികയാണ്. എന്നിട്ട് പറയണം, ആരടി നീ, എന്തിനാടി പിന്നെ എൻ്റെ ഏട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ വിവാഹം നടക്കില്ലെന്ന് പറയണേ, ഈ വേലക്കാരിയായി നിനക്ക് എന്ത് റോളാണുള്ളത് എന്നൊക്കെ പറയണേ. സമയം നന്ദിനി ആകെ ഷോക്കാവാണ്. നന്ദിനി ഒന്നും മിണ്ടില്ല. ഇരിക്കുന്ന ഭാഗത്ത് നിന്നും സൂര്യ ചാടി എണീക്കുകയാണ്. എന്നിട്ട് സൂര്യ പറയണേ, എടി വൃത്തികെട്ടവളെ, മറ്റുള്ളവരുടെ റൂമിലോട്ട് കയറി വരാനുള്ള ആ ഒരു ഇതുപോലും നിനക്ക് നാണവും മാനവും ഇല്ലാത്തൊരു പെണ്ണായിപ്പോയല്ലോ. ഞാനും എൻ്റെ ഈ നിൽക്കുന്ന നന്ദിനിയും ഭാര്യ ഭർത്താക്കന്മാരാണ്, ഞങ്ങൾ തമ്മിൽ പലതും സംസാരിക്കും. അപ്പോൾ ഹരിത പറയണേ, നീയും നിൻ്റെ ഭാര്യയും നീ പറയുന്നതല്ലാതെ ഈ വീട്ടിൽ ആരും നിൻ്റെ ഈ നിൽക്കുന്ന നന്ദിനി ഭാര്യയാണെന്ന് അംഗീകരിച്ചിട്ടില്ലല്ലോ, ഇവള് വേലക്കാരി, അടിമ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയം അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഉദയനും യതീന്ദ്രനും അതുപോലെ പത്മയും വന്ദനയും കൂടി കയറി എത്തണം. എന്താ ഇവിടെ പ്രശ്നം എന്ന് പറയണം. അപ്പം ഹരിത പറയണേ, അമ്മേ ഇവള് പറയാണ് പിന്നെ നമ്മുടെ ഏട്ടനുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് ശരിയല്ല, അതിന് അവളുടെ താനൂരമ്മ എന്തോ പറഞ്ഞു എന്ന്, ഈ കല്യാണം മുന്നോട്ട് പോവാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു എന്ന് പറയട്ടോ. സോറി, ഇതിൽ യതീന്ദ്രൻ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് പറയാണ്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പത്മ പറയണേ, ആരടി നീ ഇതൊക്കെ പറയണേ? ഈ വീട്ടിലെ എല്ലാ അധികാരം നിനക്ക് ഞാൻ തന്നോടി, എൻ്റെ വീടിൻ്റെ താക്കോലും ഈ കുടുംബത്തിൻ്റെ ഭരണം നീ ആയോടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദിനി പറയണേ, എൻ്റെ താനൂരമ്മ എന്നോട് ഇങ്ങനെ സൂചിപ്പിച്ചു, അത് ഞാൻ ഇവിടെ പറഞ്ഞു, എൻ്റെ മനസ്സിൽ അങ്ങനെ പറയുന്നതായി എനിക്ക് തോന്നുന്നു, എന്തോ ഈ വിവാഹം മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന്. അപ്പോൾ അത് കേൾക്കുന്ന പത്മ, ആരടി നീ ഇവിടെ പറയാനെന്ന് പറഞ്ഞിട്ട് പത്മ നന്ദിനിയുടെ നേർക്ക് എടുക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, അത് വേണ്ട, എൻ്റെ ഭാര്യയാണ് ഇവളെ, ഈ വീട്ടിലെ സർവ്വ അധികാരങ്ങളും ഈ വീട്ടിൽ അവൾക്കുണ്ട്, പിന്നെ നിങ്ങളോട് ആരോടും വന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ഈ നിൽക്കുന്ന പിന്നെ നിങ്ങളുടെ മകനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞു ഇല്ലല്ലോ, ഈ വിവാഹത്തിന് എന്തോ തടസ്സമുണ്ടെന്ന് അവൾ പറഞ്ഞു, അത് എന്നോടാണ് പറഞ്ഞത്, അതും ഞങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് അങ്ങനെ പലതും ഞങ്ങൾ പറയും, അതൊക്കെ ഒളിഞ്ഞു നോക്കുന്ന ഈ വൃത്തികെട്ട ഒളിഞ്ഞുകാരിയെ എന്താ വേണ്ടത്, US സ്റ്റാറ്റസ് അന്തസ് എന്നൊക്കെ ഇവള് പറയും, ഇതൊന്നും ഒരു വണ്ണാകട്ടെ നിങ്ങളുടെ മകൾക്കില്ല, നിങ്ങളുടെ മകള് മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ എത്തി നോക്കുന്ന വൃത്തികെട്ട തേടിച്ചിയാണെന്ന് പറയട്ടോ. അതങ്ങ് കേൾക്കുമ്പോൾ ഉദയൻ അങ്ങ് ദേഷ്യം പിടിക്കണ. ഉദയൻ പറയണ, സൂര്യ നീ നിൻ്റെ വാക്കുകൾ അതിര് കിടക്കുന്നു, പിന്നെ ഞാൻ എന്ത് പറയണം? നിങ്ങളുടെ മകളെ ഇതിലപ്പുറം പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ മകൾ എന്തിനാ മറ്റുള്ളവരുടെ ബെഡ്റൂമിൽ എത്തി നോക്കുന്നത്? ഞാനും എൻ്റെ ഭാര്യയും ഇനിയിപ്പോൾ ഞങ്ങളുടേതായ ആ ഒരു കാര്യത്തിലോട്ട് ഒരു ജീവിതം ഞങ്ങൾ തമ്മിൽ പങ്കിടുന്ന സമയത്ത് ഇവളെത്തി നോക്കില്ലെന്ന് ആര് കണ്ടു? പക്ഷേ എന്ന് പറഞ്ഞ് ഹരിതങ്ങ് തിരിയുകയാണ്. അപ്പോൾ ഈ സമയം ഉടൻ തന്നെ ഉദയം പറയണ്, എന്തിനാടി നീ ഇത് ചെയ്തത്? അപ്പോൾ ഉടൻ തന്നെ അങ്ങനെ ചോദിക്കേ, ഇപ്പോഴാണ് നിങ്ങളൊരു തന്തയും തള്ളയും ആയത്, എന്ത് ചെയ്യാനാണ്? വളർത്തിയ തന്തക്കും തള്ളക്കും ഇവളെ എവിടെ നിർത്തണമെന്ന് അറിയില്ല, അതിന് എൻ്റെ മമ്മി എന്ന് പറയുന്നുള്ള പത്മാ മേഡത്തിൻ്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ റൂമിൽ എത്തി നോക്കേ. ഞാൻ എൻ്റെ ഭാര്യയും പലതും സംസാരിക്കും, പലവരെയും പറ്റി കുറ്റം പറയും, പക്ഷെ അത് നിങ്ങളോടൊന്നും വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവൾ എന്നോട് പറയാനുള്ള ആ ഒരു പ്രൈവസി ഉണ്ട് അവൾക്ക്. നിങ്ങൾ
നിങ്ങളുടെ ഭർത്താവും ഭാര്യയും തമ്മിൽ എന്തൊക്കെ പറയുന്നത്, അതൊക്കെ ബെഡ്റൂമിൽ വെച്ച് പറയാനുള്ളതല്ലേ. അവളത് പറഞ്ഞു. ഇവളത് എത്തി നോക്കേണ്ട ആവശ്യം എന്താ? ഇവളെന്തിനാ ഞങ്ങളുടെ ബെഡ്റൂമിൽ കയറി നോക്കുന്നത്? തന്തയും തള്ളയും ശരിയല്ലാത്തത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പഠിപ്പിച്ച പാടല്ലേ മക്കൾക്ക് പഠിയുള്ളൂ. അപ്പോഴേക്കും ഉദയന് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ എന്തിനാ പറയണേ, ദേ സൂര്യ, നീ പറഞ്ഞ് ഞങ്ങളുടെ നേർക്കെടുക്കരുത്. പിന്നെ എന്ത് പറയാനാണ്, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു റൂമിലോട്ട് എത്തി നോക്കാൻ പാടില്ല. വിവാഹം കഴിച്ചതെന്നല്ല, ഒരാളുടെ റൂമിലും ഒരാളുടെ കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾ കിടക്കുന്ന റൂമിൽ ഞാനോ അതുപോലെ നന്ദിനിയോ ഒന്ന് എത്തി നോക്കിയാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളിതിലും വലിയ വാക്കുകളല്ലേ നിങ്ങളുടെ മകൾ പ്രയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാര്യ എന്നോട് പലതും പറയും. മര്യാദക്ക് നിങ്ങൾ ഈ റൂമിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് നല്ല, അല്ലെങ്കിൽ ഇതിലും വലിയ തെറി ഞാൻ പറയുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഉദയം, എടി ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട. അവളുടെ ഭർത്താവിനോട് പറഞ്ഞെങ്കിൽ നിനക്കെന്താ ഹരിത, നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് കിടക്കണം. അങ്ങനെ ഇവർ പുറത്ത് പോവുകയാണ് കേട്ടോ. ഇതേ സമയം ഹരിതക്കാണെങ്കിലും ഇത് വലിയ ദേഷ്യമാവാണ്. അങ്ങനെ ഹരിത അങ്ങനെ പ്രതികാര ബുദ്ധിയിൽ നിൽക്കുകയാണ്. ഇവളങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ഇവൾക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ്. ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആവാണ്. രാജു കിച്ചണിലുണ്ടാവും. അപ്പോൾ രാജുവിനോട് ചോദിക്കുകയാണ്, ഇന്നെന്താ കോഫിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം രാജു പറയണേ, ഞാൻ എണീറ്റതേ ഉള്ളൂ, കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രാജുവിൻ്റെ കരണം നോക്കി ഒന്നങ്ങ് കൊടുക്കണം കേട്ടോ. എടാ, ഒരു വേലക്കാരൻ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ഒരു വേലക്കാരൻ അതിരാവിലെ എപ്പോഴാണോ ഈ വീട്ടിലെ ആളുകൾ എണീക്കുന്നെങ്കിൽ ആ സമയം അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അത് ഈ വേലക്കാരനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഇത് കേട്ടോടെ തന്നെ ഭയങ്കര സങ്കടമാവുകയാണ് രാജുവിന്. അപ്പോഴേക്കും രാജു പെട്ടെന്ന് ഇതാ ഹരിത മേഡം, കോഫി, പാല് തിളക്കാനുണ്ടായിരുന്നുള്ളൂ, ഇതാ കോഫി എന്ന് പറയുമ്പോഴേക്കും ആ കോഫി ഒരൊറ്റ തട്ടങ്ങ് തട്ടിയിട്ട് രാജുവിനെ വീണ്ടും അടിക്കുകയാണ് കേട്ടോ. ആ അടിച്ചതേ ഹരിതക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും തന്നെ ആരോ പിടിച്ചു വലിച്ച് തൻ്റെ കരണം നോക്കി അങ്ങ് അടിക്കുന്നതാര്? നന്ദിനി അടിച്ചതിനോട് കൂടിയിട്ട് പറയാനില്ല, അത്രയും ദേഷ്യത്തോടു കൂടി ഹരിത, എടി ഈ വീട്ടിലെ വേലക്കാരിയായ നീ എന്നെ അടിച്ചോ? അതിന് മാത്രം നിൻ്റെ കൈ ഉയർന്നോ? എങ്കിൽ ഞാൻ നിൻ്റെ കൈ ഇനി വെച്ചേക്കില്ല, നിൻ്റെ കൈ ഞാൻ വെട്ടിയെടുക്കും എന്ന് പറയുമ്പോൾ നന്ദിൻ്റെ സാരിയൊക്കെ അങ്ങ് മുകളിലോട്ട് പിടിച്ചു കുത്തിയിട്ട്, ഒന്ന് വെട്ടടി, നീ അത്ര ധൈര്യമുണ്ടെങ്കിൽ നീ വെട്ട്. നീ വീട്ടിലെ ആരടി? നിനക്ക് ഈ വീട്ടിൽ എന്ത് കാര്യടി ഉള്ളത്? നിനക്ക് എല്ലാവരും കൂടി ഈ വീട്ടിൽ താമസിക്കാൻ കുറച്ച് സൗകര്യങ്ങൾ തന്നു എന്ന് കരുതി നീ എൻ്റെ വീട്ടിൽ എന്നെ ചോദ്യം ചെയ്യുന്നു? നിൻ്റെ വീടോ? ഇത് നിൻ്റെ വീടല്ലേ, പിന്നെ ഇത് എൻ്റെ വീട് തന്നെ. കാലം കൊണ്ട് പത്മ മേഡം എന്ന് പറഞ്ഞ് നീ വിളിക്കുന്ന ആ മേഡം മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അവശ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ഭരണം എൻ്റെതാണ്. എൻ്റെ ഭർത്താവിൻ്റെ വീട് എൻ്റെ വീടാണ്. അതുകൊണ്ട് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ. കാര്യമില്ലാതെ രാജുവേട്ടനെ അടിച്ചാലുണ്ടല്ലോ, ഇതെൻ്റെ ആങ്ങളെയാണ്, മുതിർന്നവരെ ബഹുമാനിക്കാനൊന്നും തൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചിട്ടില്ലേ? ഇന്നലെ സുയസാർ പറഞ്ഞതുപോലെ ബെഡ്റൂമിൽ എത്തി നോക്കുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ, അതുപോലെ ഈ വീട്ടിലെ ആരെങ്കിലും നീ തൊട്ടാലുണ്ടല്ലോ, ഇനി കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഈ നന്ദിനി പലയിടത്തും തല ഉയർത്തി നിന്നവൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് നന്ദിനിയുടെ ആ തല ഉയർത്തൽ നിർത്തിയത്. എല്ലാവർക്കും മുന്നിൽ തലകുനിച്ച് നിന്നത് പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുമ്പോൾ കൂടുതൽ തലമ കയറുന്നോ? എന്നാൽ ഇനി ഇതങ്ങനെ വിടാൻ തയ്യാറല്ല. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ നിന്നോ എന്ന് പറയണം. അപ്പോഴേക്കും ഞാൻ പത്മ മേഡത്തിനോട് പറഞ്ഞു കൊടുക്കും, നീ അങ്ങനെ എന്നെ അടിക്കാനായോ, എൻ്റെ ആൻറ്റിയെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോൾ രാജു തുണിയെടുത്ത് തറ തുടക്കാൻ പോകുമ്പോഴേക്കും നന്ദിനി ഹരിതയുടെ മുടിക്കുത്തിൽ അങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുടിക്കുത്തിൽ പിടിച്ചിട്ട് അങ്ങ് പിടിച്ച് വലിക്കുകയാണ്. എടി, നീ എന്താടി കാട്ടിയത്? മിണ്ടരുത്, ശബ്ദിക്കരുത്. ഇനി നിൻ്റെ ശബ്ദം ഉയർന്നാൽ ഈ ഇരിക്കുന്ന വെട്ടുകത്തി കൊണ്ട് നിന്നെ വെട്ടാനും ഞാൻ മടിക്കത്തില്ല. എടി, നീ എന്ന ഒരു ശല്യത്തെ ഒഴിവാക്കിയാൽ ഈ വീട്ടിൽ ആരും തന്നെ ഒന്നും തന്നെ പറയത്തില്ല. ഈ നന്ദിനിയുടെ സ്വഭാവം ഇന്നേ വരെ നന്ദിനി എടുക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ രാജുവേട്ടനെ അടിച്ചതിനുള്ള ഒരു മാപ്പ് പറച്ചിലായി ഈ തറയിൽ കിടക്കുന്ന ഈ കോഫി മര്യാദക്ക് തുടച്ചിട്ട് പോ. എന്ത്? ഞാനൊരു
അമേരിക്കക്കാരത്തിയായിട്ട് എന്നെക്കൊണ്ട് നീ തറയിൽ ഇത് തുടപ്പിക്കേ, നീയല്ലേ വേലക്കാരി, ശബ്ദിക്കരുത്, നീ ഇത് ചെയ്യുന്നോ അതോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരിത പിന്നീട് കണ്ണിലെ വെള്ളമൊക്കെ നിറച്ച് കരഞ്ഞും കൊണ്ട് ഉള്ളിലൊതുക്കിയും കൊണ്ട് ആ തറയൊക്കെ തുടച്ച് തീർക്കണം കേട്ടോ. അപ്പോൾ ഇതേ സമയം രാജ പറയണേ, മോളെ നിൻ്റെ വില നീ തന്നെയാണ് കളയുന്നത് നന്ദിനി കൊച്ചേ, നീ ഒരിക്കലും ആരുടെയും മുന്നിൽ താന്നു കൊടുക്കരുത്. ഇതുപോലെ ഒരു നന്ദിനി ആയിക്കഴിഞ്ഞാൽ പത്മാമയുടെ പോലും നിൻ്റെ മുന്നിൽ മുട്ടുകുത്തും. നീ സൂര്യ സാറ് പറയുന്നത് പോലെ ഇതുപോലെ നെഞ്ച് നിവർത്തി പിടിച്ച് തല ഉയർത്തി തന്നെ ഇവരുടെയൊക്കെ മുന്നിൽ നിന്നാലാണ് ഇവരുടെ അഹങ്കാരത്തിന് ഒരു ഒതുക്കം വരത്തുള്ളൂ. അല്ലാതെ വീടിൻ്റെ സമാധാനത്തിന് വേണ്ടി അതിനു വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മുന്നിൽ നീ പലതും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഹരിതക്കൊന്നും മിണ്ടാൻ കഴിയില്ല. എന്താടി നീ നിന്ന് മൂന്ന് മര്യാദക്ക് ഇത് തുടക്കെ, ഒരു വട്ടം തുടച്ചാൽ പോരാ 2-3 പ്രാവശ്യം തുടക്കെന്ന് നന്ദിനി പറയുമ്പോൾ ഹരിത ആകെ പെട്ടുപോവാണ് കേട്ടോ. അങ്ങനെ ഒരു എപ്പിസോഡും ഇനി വരാനുണ്ട്. അതൊക്കെ ഉണ്ടാവാൻ പോകുന്നതാണ്. ഇതൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല, റീമേക്കിലുള്ള എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രസകരമായ നല്ല നല്ല എപ്പിസോഡുകൾ ഇനി ഈ ഹരിതക്കും രഞ്ജിത്തിനും തിരിച്ചു കിട്ടാനുണ്ട് കേട്ടോ. പത്മ എങ്ങനെയാണ് നന്ദിനിയെ സ്വീകരിക്കുന്നത് എന്നുള്ളതും കൂടി പറയാനുണ്ട്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.